ശംഖുമുഖത്ത് വേദിയിൽ മദിനെ വിളിച്ചിരുത്തി കെട്ടിപ്പിടിച്ചിട്ട് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായ മദിനെ കെട്ടിപ്പിടിച്ചിരുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ വർഗീയ ശക്തികളുമായിട്ട് പിന്തുണയ്ക്കുന്നില്ല, അവരുമായിട്ട് ബാന്ധവമില്ലെന്ന് പറയുന്നത്. ഇത് ആരാ മനസ്സിലാക്കുന്നത്? ഞാൻ CPM ന്യായീകരിക്കാനോ CPM വേണ്ടി വാദിക്കാനോ വന്നിരിക്കുന്നതല്ല. എന്നാലും ഞാനത് കൃത്യമായി ഞാൻ പറയുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് വർഗീയ കക്ഷികളുമായി നാളിതുവരെയോ ഇന്നോ ഇനിയോ സഖ്യത്തിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നൈസ, ഈ ശംഖുമുഖത്ത് വേദിയിൽ മദിനെ വിളിച്ചിരുത്തി കെട്ടിപ്പിടിച്ചിട്ട് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായ മദിനെ കെട്ടിപ്പിടിച്ചിരുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ വർഗീയ ശക്തികളുമായിട്ട് പിന്തുണയ്ക്കുന്നില്ല, അവരുമായിട്ട് ബാന്ധവമില്ലെന്ന് പറയുന്നത്. ഇത് ആരാ മനസ്സിലാക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇവിടെ തന്നെയാണ് ചോദ്യം. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് എവിടെയാണ്? ഇത് CPM-നകത്ത് തന്നെ കൃത്യമായി ചർച്ച ചെയ്ത് CPM തന്നെ ഇതിലൊരു കൃത്യമായ നിലപാട് പറയണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ രഞ്ജിത്ത് അമ്പാടി പറഞ്ഞ SDPI-യുമായി ചേർന്ന് പഞ്ചായത്ത് ഭരിച്ചതോ അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങൾ നമുക്ക് എണ്ണി എടുക്കാം. മദനിയെ കൊണ്ടുവന്നിരുത്തിയതോ, മദനി കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസ്, കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടന കേസ്, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതും. ഈ ഗണപതി മിത്താണെന്നുള്ള വാദവും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തിട്ട് അവരൊരു തീരുമാനം പറയുമോ? ഗണപതി മിത്താണ് എന്ന് പറഞ്ഞതിൽ അത് ആ വിഷയം എങ്ങനെയാണ് ചോദിക്കുന്നത്? ഗണപതി അല്ല ഞാൻ ചോദിക്കുന്നത്. പീഡനത്തിന്റെ തീവ്രത പോലെ ഞാൻ ചോദിക്കുന്നത് മെഷീൻ വെക്കണം. ഞാൻ തീവ്രമായി പീഡനം അന്വേഷിച്ച ഞാൻ പറയുന്നില്ല. പീഡനത്തിന്റെ തീവ്രത അളക്കാനുള്ള മെഷീനുള്ള ലോകത്തിലെ ഏക പാർട്ടി CPM ആണ്.